ഹണി ട്രാപ്പിന് ഇരയാകുന്നവരെ പീഡകരാക്കുന്ന ഒരു നാടായി നമ്മുടെ മാറിയിരിക്കുകയാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പം 3 പരാതികൾ വന്ന് എല്ലാവർക്കും അറിയാം. ഈ 3 പരാതി എടുത്ത് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് ആകർഷിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പണത്തിന് പകരം, സാധാരണ ഹണി ട്രാപ്പിൽ പണമാണ് ആവശ്യപ്പെടുന്നത്, ഇവിടെ പണത്തിന് പകരം വിവാഹം കഴിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, ഈ 3 സ്ത്രീകളും വിവാഹിതരാണ് ഓൾറെഡി. അപ്പോൾ അഡൾട്ടറി എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അവരും ചെയ്തിട്ടുണ്ട്. അഡൾട്ടറി പണ്ട് കുറ്റകൃത്യം ആയിരുന്ന കാലത്തായിരുന്നെങ്കിൽ ഇവരിങ്ങനത്തെ പരാതികളെ വരത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അഡൾട്ടറി ഒരു കുറ്റകൃത്യമാക്കി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് തോന്നുന്നത്, ഇങ്ങനെയുള്ള അഭിസാരികന്മാരുടെ പരാതികൾ അവസാനിപ്പിക്കണമെങ്കിൽ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കാനഡയിലേക്ക് വിളിച്ച് അവിടെ 2 ആഴ്ച താമസിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഗർഭിണിയായി ഇവിടെ വിചാരിച്ച് ഗർഭം വെച്ചിട്ട് മാങ്കൂട്ടത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന. അപ്പോൾ ഗർഭം എങ്ങനെ അലസിപ്പോയപ്പോൾ അതിൻ്റെ ഭ്രൂണം എടുത്തു വെച്ച് എന്താണ് മോളുകൾ. എന്നിട്ട് മാങ്കൂട്ടത്തിനെ കല്യാണം കഴിക്കാൻ ഭർത്താവിനെ തട്ടണമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മാങ്കൂട്ടം അതിൽ നിന്ന് പിന്മാറി. അതിൻ്റെ വൈരാഗ്യത്തിനാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത്. അപ്പം മാങ്കൂട്ടത്തിന് ഇവിടെ ഇവിടെ വഞ്ചിതനായത് മാങ്കൂട്ടമാണ്. അതായത് ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഹണി ഉപയോഗിച്ച് ഇയാളെ ട്രാപ്പ് ചെയ്ത് പണത്തിന് പകരം ഇവിടെ വിവാഹമാണ് ആ സ്ത്രീ ആവശ്യപ്പെട്ടത്. അപ്പം മാങ്കൂട്ടം ഇതിനെതിരെയാണ് ആക്ച്വലി പരാതി കൊടുക്കേണ്ടിയിരുന്നത്. അത് അയാളൊരു രാഷ്ട്രീയക്കാരനോ അന്തസ്സുള്ളത് കൊണ്ടും പരാതി കൊടുത്തില്ല. ഇനിയിപ്പോൾ പരാതി വന്ന സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടം മാനനഷ്ടത്തിന് പരാതി കൊടുക്കണം. ഈ സ്ത്രീ അഭിസാരിക മുഖാന്തരം മാനനഷ്ടം വന്നത് മാങ്കൂട്ടത്തിനാണ്. എന്നുവെച്ചാൽ ഇവനെ വിളിച്ചു വരുത്തി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക. അതായത് ഹണി ട്രാപ്പ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇത്. ഇതിന് എന്നിട്ട് ആരും എന്തുകൊണ്ട് ഹണി ട്രാപ്പായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് അതിശയം. പിന്നെ മലയാളികൾക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റത്തുമില്ല. കാരണം ഇവിടെയെല്ലാം തലതിരിഞ്ഞാണല്ലോ ഇവിടുത്തെ കാഴ്ചപ്പാട്. അതായത് അട്ടിമറി എന്ന് പറയുന്ന തെമ്മാടിത്തരമുള്ളതാണ്. ആസ്പത്രികളിലോട്ട് പോകുന്ന ആംബുലൻസ് പോലും കല്ലെടുത്തെറിഞ്ഞ് രോഗികളെ വഴിയിൽ മരിക്കാൻ അനുവദിക്കുന്ന നാട്. യൂബർ എന്ന് പറയുന്ന ഏതെങ്കിലും ടാക്സി കമ്പനിക്കാർ ടാക്സി നടത്തി അതിനെ അനുവദിക്കില്ലാത്ത നാട്. അങ്ങനെ ലോകത്തിലെ ഒരു സ്ഥലത്തും ഇല്ലാത്ത കാഴ്ചപ്പാടുള്ളൊരു ജനതയുള്ള നാട്ടിൽ ഈ ഹണി ട്രാപ്പിയുടെ സ്ത്രീകൾ പുരുഷന്മാരെ വിളിച്ചു വരുത്തി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പോയി പരാതി കൊടുക്കാൻ ഞങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇവിടെ വില പോകത്തുള്ളൂ, വേറൊരു രാജ്യത്തും വില പോകത്തില്ല. അപ്പോൾ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ചെയ്യാനുള്ളത് ഉടനടി തന്നെ മാനനഷ്ടത്തിന് പരാതി കൊടുക്കുക. അയാളെ വിളിച്ചു വരുത്തി ഇവർ തേൻ കെണിയിൽ വീഴ്ചെന്നും പറഞ്ഞ്. നന്ദി, നമസ്കാരം.